ഹലോ, നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ എലിക്കുളത്തെ പഞ്ചായത്ത് ഓഫീസ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് ക്രിസ്മസ് പ്രമാണിച്ച് നന്നായി അലങ്കരിച്ചിട്ടൊക്കെയുണ്ട്. ഇനി ചില ആൾക്കാർ ഓർക്കുന്നുണ്ടായിരിക്കും എനിക്കെന്താ ഈ പഞ്ചായത്ത് ഓഫീസിൽ കാര്യമെന്ന്. വേറെയൊന്നുമല്ല, മിന്നാരം സിനിമയിൽ രേവതി പറഞ്ഞ പോലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നത് പോലെ എലിക്കുളം പഞ്ചായത്തിലെ ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എൻ്റെ ആൻറ്റി യമുന. അപ്പോൾ ആൻറ്റിയുടെ സത്യപ്രതിജ്ഞ കൂടാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞയല്ല, പഞ്ചായത്ത് മെമ്പറിൻ്റെ സത്യപ്രതിജ്ഞയാണ് ഇവിടെ നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട യമുന പ്രസാദ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയെ നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർബന്ധിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആൻറ്റി ശരിക്കും എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ മെമ്പറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങളുടെ വാർഡ് 9-ാം വാർഡാണ്. 9-ാം വാർഡിലെ BJP ആണ് വിജയിച്ചത്. ശ്രീജ ചേച്ചിയാണ് വിജയിച്ചത്. ടോട്ടൽ 17 വാർഡാണുള്ളത്. പക്ഷേ എല്ലാ വാർഡ് മെമ്പേഴ്സിൻ്റെയും നെയിമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ പ്രാവശ്യം ഇവിടെ 10 കൊല്ലമായിട്ട് LDF ആയിരുന്നു ഭൂരിപക്ഷം നേടിക്കൊണ്ടിരുന്നതും ഭരിച്ചുകൊണ്ടിരുന്നതും. ഇപ്പം വീണ്ടും UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമൊന്നുമില്ല. ആ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വെള്ളമില്ലെങ്കിലും ടാപ്പും പൈപ്പും ഒക്കെ ഇട്ടിട്ടാണ് LDF സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് UDFന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പ്രസിഡൻ്റ് ആരാന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ വന്നു തുടങ്ങി. ഈ വർഷം സ്ത്രീകളാവണം പ്രസിഡൻ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വിജയിച്ചത് 3 സ്ത്രീകളാണ് UDFൽ നിന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൻറ്റിക്കാണ് മുൻതൂക്കം. കാരണം അടുപ്പിച്ച് 3-ാം തവണയാണ് ആൻറ്റി പ്രസിഡൻ്റ് മെമ്പറാകുന്നത്. അതുകൊണ്ട് പ്രസിഡൻ്റ് ആവാനുള്ള സകല ചാൻസും യമുന പ്രസാദിന് തന്നെയാണ്. ആൻറ്റിയുടെ വലിയൊരു ബാക്ക് ബോണാണ് മാമനും പിള്ളേരും എല്ലാവരും. മാമൻ ഒത്തിരി ആൻറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. പിന്നെ ഈ പരസ്പര ഈഗോയൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ സഹകരിച്ച് പോകുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വിജയിക്കാനും എല്ലാം നന്നായി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നത്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വാർഡ് മെമ്പേഴ്സിനും ആശംസകൾ നേരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ജയിക്കുന്നത് വരെ മാത്രമേ പാർട്ടി പാടൂ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി നോക്കാണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയണം. ഒരു 10-15 കൊല്ലം മുമ്പുള്ള ഞാനായിരുന്നെങ്കിൽ തികച്ചും ഒരു കമ്മ്യൂണിസത്തിന് അഡിക്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ കുടുംബം മുഴുവനും കമ്മ്യൂണിസമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നെ പിടികിട്ടുന്നില്ല.
കമ്മ്യൂണിസം കൂടുതലും തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടായതാണല്ലോ. ഇപ്പോൾ തൊഴിലാളികളില്ലല്ലോ. ഇപ്പോൾ തൊഴിലാളികൾ എന്ന് പറയുന്നത് കൂടുതലും ബംഗാളികളാണ്. ചിലപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. LDFും UDFും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ആ നല്ല കാലം തന്നെയാണ് ഏറ്റവും മനോഹരമായ ഭരണകാലം. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഇവിടെ 2 സീറ്റ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ഇവിടെ 2 സീറ്റ് ഉണ്ട് BJPക്ക്. കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ പവർ കൊണ്ടും ഇവിടെയുള്ള LDFൻ്റെയും UDFൻ്റെയും ഭരണത്തിൻ്റെ മോശഭാഗങ്ങൾ കൊണ്ടുമാണ് ഇവിടെ BJP കയറിക്കൊണ്ടിരിക്കുന്നത്. BJP കയറി വന്നു കഴിഞ്ഞിട്ട് അവസാനം ചാണകത്തി ചവിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഭരണം LDFുകാരും UDFുകാരും കാഴ്ചവെച്ചേ പറ്റൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ ചാണകത്തി ചവിട്ടിയെന്നൊക്കെ ഇരിക്കും. കേന്ദ്രം അത്രയ്ക്കും പവർഫുള്ളാണ്. നാഥനില്ലാത്ത കളരിയല്ല ഇപ്പോൾ കേന്ദ്രം. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സത്യപ്രതിജ്ഞാ ചടങ്ങ് 10:30 ആയപ്പോഴത്തേക്കും തീരുകയും പിന്നെ പുതിയ മെമ്പേഴ്സ് എല്ലാവരും കൂടി പുതിയൊരു ഒരു കമ്മിറ്റിക്ക് കയറുകയും ചെയ്തു. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ കൂടാൻ വന്ന എല്ലാവരും പഞ്ചായത്ത് ചായയും ചെറുകടിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായയും ചെറുകടിയൊക്കെ കുടിച്ച് പിരിയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടാൻ കഴിഞ്ഞു. അതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പാഠങ്ങൾ തരും. അങ്ങനെ ഒരു